എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ റിയോ അവനാണെങ്കിൽ അവന്റെ ഐസ് ചിപ്സു അതുപയോഗിച്ച് ഷിക്കടെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവൻ അവിടുന്ന് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ചോച്ചോയും ഈനോജിനും അവർ രണ്ടുപേരും അവിടേക്ക് വരും. ഷിക്കട, നിന്നെ ഞങ്ങൾ രണ്ടുപേരും എവിടെയെല്ലാം അന്വേഷിച്ചു. എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും പോലീസിന് മുൻപിൽ അസംബിൾ ആവണം. അത്യാവശ്യമായിട്ട് എന്തോ ഒരു മിഷൻ ഏൽപ്പിക്കാനാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സിറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ കൂടുതൽ ജനങ്ങള്, തൊഴിലാളികള് അവരെല്ലാം തന്നെ ഇപ്പൊ ഡെങ്കിയുടെ കമ്പനിക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വില്ലൻ അങ്കിളിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ കഴുത്തിന്റെ ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ എന്തോ ഒരു സിമ്പൽ ഉണ്ട്. അങ്കിള് റിയോട് പറയും, റിയോ അട്ടിപ്പൊളി, ആക്ച്വലി നിന്റെ ഈ പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ഒരു മിഷൻ അത് ഇത്രയും സക്സസ് ആയി മാറിയെന്ന് പറയും. പക്ഷെ റിയോയ്ക്കാണെങ്കിൽ എന്തോ വലിയൊരു കുറ്റബോധം അവന്റെ മനസ്സിലുണ്ട്. അവൻ ഷിക്കട പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് വേറൊരു ലോകത്തിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ സ്റ്റേഷന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ പോലീസ് പറയും, ഈ ഒരു ലെറ്റർ ഇന്നലെ ലീഫ് വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. ഇതെന്താണെന്ന് മിസ്റ്റർ കിബ നിങ്ങൾക്ക് മുൻപിൽ വായിച്ച് കേൾപ്പിക്കും. കിബ ആ ലെറ്റർ അത് വായിക്കാൻ തുടങ്ങും. അതിൽ ഇപ്രകാരമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, പുതിയ ലീഫ് വില്ലേജ് അത് ജന്മമെടുക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി ഇന്ന് നമുക്ക് ഒത്തൊരുമിക്കാം. ഉടനെ സായി പറയും, ഒരു കാരണവശാലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവര് ആ കള്ളന്മാരുടെ കെണിയിൽ വീഴാൻ പാടില്ല. അങ്ങനെ വീഴുകയാണെങ്കിൽ ഇനി നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അവരെ തടയുക എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും വെറും സാധാരണക്കാർ മാത്രമാണ്. അപ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ടെൻഷനാവും. ഇതുപോലൊരു മിഷൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത്രയും നാളും നമ്മുടെ ഓപ്പണന്റ് ശത്രുക്കളായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ എതിരെ ഉള്ളത് നമ്മുടെ തന്നെ ഗ്രാമത്തിലുള്ള സാധാരണക്കാരാണ്. അതിന് കൊനഹമാര് പറയും, ബൊറൂട്ടോ ഒരു ഷിനോബി ലൈഫ് അങ്ങനെയാണ്. നമ്മൾ എല്ലാ സാഹചര്യത്തിലും വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. കറക്റ്റ് സമയം ഇപ്പൊ മോഗി അവളാണെങ്കിൽ അവിടേക്ക് ഓടി വരും. അവള് പറയും, എല്ലാവരും പോവേണ്ട ലൊക്കേഷൻസ് അത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം എല്ലാവരും പോവേണ്ടത് ആ കാമിനാരി കമ്പനി, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഓരോ ഭാഗത്തേക്കാണ്. ചോച്ചോയും കാമിനാരിയും ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അതിനവള് പറയും, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ചെയ്യേണ്ടത് ഷിക്കട കറക്റ്റായിട്ട് ചെയ്തോളും. അത് കേട്ട് ഷിക്കട അവൻ ഒരു സെക്കൻഡ് അറിയോ പയ്യനെ അവനെ ഒരിക്കൽ കൂടെ ആലോചിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ മെറ്റല്ലയും ഇവാബയും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. ഇവാബയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷനും ദേഷ്യവും കൂടി വരും. ഇത്രയും വലിയൊരു മിഷൻ കിട്ടിയിട്ട് എനിക്ക് മാത്രം ഇതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കറക്റ്റ് ടൈം എനിക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് വിഷമിക്കും. അതേസമയം ഇവിടെ സ്റ്റുഡൻസും ഷിനോബികളും അങ്ങനെ എല്ലാവരും ഇപ്പൊ കാമിനാരി കമ്പനിയുടെ മുൻപിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കമ്പനിക്കുള്ളിൽ ഡെങ്കി അവനാണെങ്കിൽ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കട, ഈനോജിൻ, ചോച്ചോ അവര് മൂന്ന് പേരും ഒരു മാപ്പൊക്കെ വിരിച്ചു വെച്ച് അതിൽ കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുകയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ ആ മാപ്പ് കാണുമ്പോഴായിരിക്കും അവര് സോഹി ഗെയിം കളിക്കുന്നത് ഓർമ്മ വരിക. ഗെയിമിൽ അവര് എന്തൊക്കെ മൂവ് നടത്തുന്നുണ്ടോ അതേ മൂവ്മെന്റ് പോലെ തന്നെയാണ് അതിൽ അടയാളപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും. ഷിക്കട പറയും, ഇതാണ് ആ കട്ടാസ്കി കണ്ണാടി ഡോക്ടർ, അദ്ദേഹത്തിന്റെ ലാബ്. ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ബൊറൂട്ടോ അവൻ വിസിറ്റ് ചെയ്യാറുള്ളത്. ആ വില്ലന്മാരുടെ ടാർഗറ്റ് അതിവിടെയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പൊ പോലീസ് പറഞ്ഞ കാര്യം അവൻ ആലോചിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്ത ചോച്ചോയും ഈനോജിനും അവർ രണ്ടുപേരും അവനോട് ചോദിക്കും, ഷിക്കട എന്തു പറ്റി, എന്താ ഉണ്ടായേ, ഇനിയെങ്കിലും നീ കാര്യം പറ. ഷിക്കട പറയും, ഐ എം സോറി, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനിപ്പോ എവിടേക്ക് പോകാൻ തുടങ്ങും. അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ചോച്ചോയും ഈനോജിനും അവനെ ഫോളോ ചെയ്തു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ആൻ ടീം അവരാണെങ്കിൽ ആ കള്ളന്മാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴായിരിക്കും അവർക്ക് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന് മുകളിലൂടെ ഷിക്കട അവൻ ചാടി ഓടുന്ന കാണുക. ബൊറൂട്ടോ അവനെ കണ്ട് വണ്ടടിച്ച് ഇവനെങ്ങോട്ടാ ഈ സമയത്ത് ഓടണേ? ബൊറൂട്ടോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ബൊറൂട്ടോ അവന്റെ പിന്നാലെ പോവും. അതിന് മീറ്റ്സിക പറയും, എന്തെങ്കിലും കാര്യമില്ലാതെ ബൊറൂട്ടോ അവന്റെ പിന്നാലെ പോവില്ല. സോ സാറടാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞ് അവർ ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനങ്ങളുടെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത ഇപ്പൊ ലാബ് കാണിക്കും. അവര് പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വില്ലന്മാര് അവരവിടേക്ക് വന്ന് ആ ലാബ് തല്ലി തകർക്കുകയാണ്. ആ വില്ലന്മാരാണെങ്കിൽ ആ കണ്ണാടി ഡോക്ടർ കട്ടാസ്കെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവരാ ഡോക്ടറോട് പറയും, നിന്റെ കയ്യിലുള്ള ആ നിഞ്ചിപ്സു അത് മുഴുവൻ ഞങ്ങൾക്ക് തരണം. അതേസമയം
ഇവിടെ ഷിക്കടയുടെ അടുത്തേക്ക് അവരെല്ലാവരും ഓടി എത്തിക്കഴിഞ്ഞു. ഷിക്കടയാണെങ്കിൽ അവരോട് അവനറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയും. അവൻ പറയും, എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരുടെ ലക്ഷ്യം അതാ റിസർച്ച് ലാബാണ്. കട്ടാസ്കി ഡോക്ടറിന്റെ കയ്യിലുള്ള ആ നിഞ്ചിപ്സു അതിനുവേണ്ടിയായിരിക്കും അവരിപ്പോ ആ ലാബിലേക്ക് പോയിട്ടുണ്ടാവുക. കട്ട് ചെയ്ത ഇവിടെ ഡെങ്കി അവനാണെങ്കിൽ അവന്റെ ഡിവൈസ് ഉപയോഗിച്ച് ആ ജനങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുള്ള കാര്യം അവൻ കണ്ടെത്തും. അത് കറക്റ്റായിട്ട് അവനിപ്പോ സാരഡയോട് പറഞ്ഞു കൊടുക്കും. സാരഡ ആണെങ്കിൽ അവളുടെ ശരീരം കണ്ണ് അതുപയോഗിച്ച് അവരെ ചെക്ക് ചെയ്യും. അപ്പൊ അവള് കാണും അവരുടെ എല്ലാവരുടെയും കഴുത്തില് ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്ക്. അതേസമയം ഇവിടെ ബൊറൂട്ടോയും ടീമും ലാബിലേക്ക് എത്തിക്കഴിഞ്ഞു. ലാബിലാണെങ്കിൽ എല്ലാ സ്റ്റാഫിനെയും അടിച്ചു തകർത്തിട്ടിരിക്കുകയാണ്. ബൊറൂട്ടോ കട്ടാസ്കി ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വരും. കട്ടാസ്കി, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഇതിന് കട്ടാസ്കി പറയും, ആ കള്ളന്മാര് അവരിവിടേക്ക് വന്നു, എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് മോഷ്ടിച്ച് അവർ കടന്നു കളഞ്ഞു. കട്ടാസ്കി പറയും, കുഴപ്പമില്ല, ഞാനൊരു ട്രാൻസ്മിറ്റർ ഡിവൈസ് അതവരുടെ ബോഡിയിൽ ആരും അറിയാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ് ആ ഡിവൈസ് ബൊറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഡെങ്കിയുടെ പപ്പ ആളാണെങ്കിൽ ഒരുപാട് ടെൻഷനിലാണ്. ആള് പോലീസിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, ഞാൻ ആക്ച്വലി എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനാ പോലീസ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയും പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോഴായിരിക്കും ഡെങ്കി അവനാണെങ്കിൽ അവന്റെ ലാപ്ടോപ്പുമായി അവിടേക്ക് വരിക. ഡെങ്കിയെ കണ്ട് ആ പോലീസ് പറയും, ഡെങ്കി, നീ എന്തിനിപ്പോ ഇവിടേക്ക് വന്നു? നീ ആക്ച്വലി സസ്പെൻഷനിലല്ലേ? അതിനവൻ ടെൻഷനായി ഉടനെ അവന്റെ ലാപ്ടോപ്പ് തുറന്നു കാണിക്കും. എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങള് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും കഴുത്തില് ഇത്തരത്തിലൊരു സിമ്പൽ ഉണ്ട്. ഇതെന്തോ ഒരു ജിപ്സു പവറാണ്. ഇതുപയോഗിച്ച് ആരോ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ട് ഇപ്പൊ പോലീസ് ഷോക്കാവും. ഡെങ്കി, കറക്റ്റ്, നീ വലിയൊരു കാര്യമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡെങ്കിയുടെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ ഇപ്പൊ ഡെങ്കിയുടെ വളർച്ചയും അവന്റെ ഇന്റലിജൻസ് ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്ത ആ വില്ലൻ ഗ്യാങ് അവരാണെങ്കിൽ ആ സ്റ്റോറേജ് ഡിവൈസും അടിച്ചു മാറ്റി അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ അതിലൊരു അസിസ്റ്റന്റ് ആളോട് ചോദിക്കും, മാസ്റ്റർ, ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ആ സ്ക്രോൾ എന്താണ്? അതിനാള് പറയും, ഇതൊരു സ്റ്റോറേജിങ് ഡിവൈസ് ആണ്. ഇതിന്റെ അകത്ത് ഓൾറെഡി ഒരുപാട് നിഞ്ചിപ്സു അത് അപ്ലോഡർ ആയിട്ടുണ്ട്. ഇതൊരു പ്രൈസ്ലെസ് ട്രഷറാണ്. നമുക്കിത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഉടനെ റിയോ പയ്യൻ ചോദിക്കും, ഇതും നമ്മൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കുക? അതിനാള് പറയും, അതെ, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓടി വരുമ്പോഴായിരിക്കും ചോച്ചോയും നമ്മുടെ ആൾക്കാരും അവർ കറക്റ്റ് ടൈമില് അവിടേക്ക് ചാടി വീഴുക. ഉടനെ ലീഡർ അങ്കിള് ആള് ചോദിക്കും, നിങ്ങളെങ്ങനെ ഞങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു? അതിന് ബൊറൂട്ടോ പറയും, ഒരുപക്ഷെ നിഞ്ച പവർ വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് ടെക്നോളജി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള ആ ഒരു ട്രാക്കിംഗ് ഡിവൈസിന്റെ നോട്ട് പാഡ് അത് കാണിച്ചു കൊടുക്കും. മര്യാദയ്ക്ക് ഡോക്ടർ കട്ടാസ്കിയുടെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു സാധനം അത് ഞങ്ങൾക്ക് തിരികെത്താ. അത് കേട്ട വില്ലൻ ചിരിക്കും, ഓ, എന്താണ് ഞങ്ങൾ എടുത്തതെന്ന് പോലും നിനക്കറിയില്ല, എന്നിട്ടാണോ അത് തിരികെ ചോദിക്കാൻ വന്നിരിക്കുന്നേ? ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കലിയിളകി അവൻ ഇടിക്കാനായിട്ട് പോവും. അതിന് അങ്കിള് അവൻ ബൊറൂട്ടോ ഇടിച്ചു തെറിപ്പിച്ച് ആ ഡിവൈസും എടുത്ത് റിയോ പയ്യനുമായി അവിടുന്ന് വീണ്ടും മുൻപോട്ട് ഓടും. അത് കണ്ട ഷിക്കഡ അവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. ഉടനെ ഷിക്കഡയുടെ പിന്നാലെ ഇപ്പൊ ബൊറൂട്ടോയെ ഓടും. ചോച്ചോ പറയും, ഈനോജിൻ, ഇവരുടെ കാര്യം അത് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. അതേസമയം ഇവിടെ ജനങ്ങള് അവരാണെങ്കിൽ ആ കാമിനാരി കമ്പനി അത് തകർക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പൊ മിറായി അവിടേക്ക് വന്ന് അതിലൊരാളോട് ചോദിക്കും, ഈ കഥയൊക്കെ നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? പക്ഷെ അതിനാണെങ്കിൽ അവൻ ഉത്തരം ഉണ്ടാവില്ല. ഉടനെ മിറായി അവന്റെ ബോഡിയിലുള്ള ആ ഗെഞ്ചിപ്സ് ബ്രേക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് അവൻ ഷോക്കായിട്ട് ചോദിക്കും, എനിക്ക് എന്താ പറ്റിയേ? ഞാനിപ്പോ എവിടെയാ? കാര്യം മനസ്സിലാക്കിയ ബാക്കി ഷിനോബികള് അവരെല്ലാവരും ഇപ്പൊ ജനങ്ങളുടെ ബോഡിയിലുള്ള ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാൻ ആരംഭിക്കും. ഇവിടെ ഈനോജിനും ചോച്ചോയും അവർ രണ്ടുപേരും ആ വില്ലന്മാരെ ഓരോരുത്തരായിട്ട് തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പൊ അതിലൊരു വില്ലൻ ഇപ്പൊ ഫയർ സ്റ്റൈൽ വെച്ച് ഈനോജിനെ അറ്റാക്ക് ചെയ്യും. അടുത്ത നിമിഷം ഷിക്കമരു അവിടേക്ക് എത്തി ആളുടെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് ആ വില്ലനെ ലോക്ക് ചെയ്യാണ്. ഇറ്റ്സുകയാണ് നിങ്ങൾ ഇവിടെയുള്ള കാര്യം എന്നോട് പറഞ്ഞത്. നിങ്ങൾ ചെയ്തത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് തന്നെയാണെന്ന് പറഞ്ഞ് ഷിക്കമരു അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
ഇപ്പൊ ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ സാക്ഷാൽ നറൂട്ടോ ആളൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വന്ന് ഇപ്പൊ ജനങ്ങളോട് പറയും, ആക്ച്വലി കാമിനാരി കമ്പനിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതും കേട്ടതും ഒക്കെ തന്നെ തെറ്റായ കാര്യങ്ങളാണ്. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അത് ഇവരാണെന്ന് പറഞ്ഞ് ഇപ്പോ ഷിക്കമുരു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വില്ലന്മാരെ അവരെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഉടനെ ജനങ്ങളിൽ പലരും അവരെ കണ്ട് ഷോക്കാവും. കാരണം അവരെന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് അവരെന്തോ ഒരു ചേഞ്ച് ഇവരുടെ ബോഡിയിൽ വരുത്തിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നറൂട്ടോ വീണ്ടും പറയും, എനിക്കറിയാം നിങ്ങൾ ആരും 100% സാറ്റിസ്ഫൈഡ് അല്ല എന്ന്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സന്തോഷത്തിലേക്ക് കൈപിടിച്ചുയർത്തും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ. ഗ്രാമം പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും വളരും. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു. അവൻ ചോദിക്കും, ഷിക്കടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും എവിടെ? അതിന് ചോച്ചോ പറയും, 2 വില്ലന്മാര് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അവരുടെ പിന്നാലെ അവർ രണ്ടുപേരും പോയി. ഷിക്കമരുവിനാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ബൊറൂട്ടോയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഷിക്കടയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയും ഷിക്കടയും അവർ രണ്ടുപേരും ആ വില്ലന്മാർക്ക് പിന്നാലെ ഓടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ട്രെയിനിന്റെ ശബ്ദം കേൾക്കും. ആ മെയിൻ വില്ലൻ അങ്കിളിന് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷാവും. അപ്പൊ ദൂരത്തു നിന്നായിട്ട് ഒരു ട്രെയിൻ അത് വരുന്നത് അവർ കാണും. അവരങ്ങനെ ഓടിപ്പോയി ആ ട്രെയിനിലേക്ക് വലിഞ്ഞു കയറും. അങ്കിൾ റിയോട് പറയും, ഇനി നമുക്ക് പേടിക്കാനില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ബൊറൂട്ടോയും ഷിക്കടയും അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ മുൻപിൽ വന്ന് നിൽക്കുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.